അബ്രോഡ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചുകളാണ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ അധികം ആരും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ആ ഒരു റിയാലിറ്റികൾ നിങ്ങൾ പോകുന്നതിന്റെ മുന്നേ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത് കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, അബ്രോഡ് പോകുന്ന സമയത്ത് പല കുട്ടികളും വിചാരിക്കുന്നത് അബ്രോഡ് ഒരു ഷോർട്ട് കട്ട് ആണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും അബ്രോഡ് MBBS എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് അല്ല. അതായത് അബ്രോഡ് പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആളുകളാണ് നിങ്ങൾ. കാരണം ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് പാസ്സാകുന്നതോടെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. മിനിമം ഒരു MBBS ഡോക്ടർ ആയിട്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അവർക്ക് PG നീറ്റ് കോച്ചിങ്ങിന് പോകണമെങ്കിൽ പോലും 1 വർഷം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ 6 വർഷത്തെ കോഴ്സാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് FMG എന്ന് പറയുന്ന 20% മുതൽ 30% വരെ പാസ് പെർസെൻറ്റേജ് ഉള്ള ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ക്ലിയർ ചെയ്യാനുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തിട്ട് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോക്ടറായിട്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ എഫേർട്ട് ഇട്ടുകൊണ്ട് ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങളുടെ ബേസ് ആയിട്ടുള്ള സബ്ജക്റ്റ് മുഴുവൻ തറോ ആക്കി പഠിക്കേണ്ട ആളുകളാണ്. ഇപ്പം ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലും ജോർജിയയിലൊക്കെ പോകുന്ന കുട്ടികൾ അവിടെയുള്ള എഡ്യൂക്കേഷൻ രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ 9 മണി മുതൽ 4 മണി വരെ ക്ലാസ് അല്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ ഡെയിലി ക്ലാസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്ത് കുട്ടികൾ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തി സെൽഫ് സ്റ്റഡി ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ വളരെ സില്ലി ആയിക്കൊണ്ട് ഈ സമയത്തേക്ക് ആ രാജ്യത്തെയും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൾച്ചറൊക്കെ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ ഫൗണ്ടേഷൻസ് മുഴുവൻ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസിങ് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ജോർജിയയിൽ പഠിച്ച് ജോർജിയയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ജോബുകൾ കുറവാണ്. ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്, അവിടെ ജോബുകൾ കുറവാണ്. ഇപ്പോൾ ഈ ബൾഗേറിയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഭാഷ അറിയെങ്കിലും നിങ്ങൾക്ക് അവിടെ ജോബുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷൻസ് ക്ലിയർ ആക്കാതെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ രാജ്യത്തുള്ള ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ എഫേർട്ട് ഇടാതെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഒരിക്കലും കിട്ടൂല. അത് മാത്രമല്ല, നിങ്ങൾ ഈ മെഡിസിൻ കഴിയുന്നതോടെ നിങ്ങൾ ഒരിക്കലും നേരെ ജോബിനല്ല പോകുന്നത്. നിങ്ങളൊരു ലൈസൻസിങ് എക്സാം നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏത് ലൈസൻസ് ഇപ്പം ദുബായിലേക്ക് പോവുകയാണെങ്കിൽ എംബ്രി എക്സാം നിങ്ങൾ എഴുതണം. ഈ എംബ്രി എക്സാം ടഫസ്റ്റ് എക്സാമാണ്. USMLE എന്ന് പറയുന്നത് പറയാൻ മാത്രമേ USMLE 4 അക്ഷരങ്ങളുള്ളൂ. പക്ഷെ അത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള എക്സാമാണ്. പ്ലേബ് എന്ന് പറയുന്ന ടഫായിട്ടുള്ള എക്സാമാണ്. ഇതെല്ലാം പുറമെ FMG എന്ന് പറയുന്ന വളരെ ടഫായിട്ടുള്ള എക്സാമാണ് FMG എക്സാം. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ ഈ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ പോകുന്നത് മുതൽ നിങ്ങളുടെ റൂട്ട്, നിങ്ങളുടെ ഫോക്കസ് എല്ലാം കൃത്യമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മെന്റാലിറ്റി ക്ലിയർ ചെയ്തുകൊണ്ട് അബ്രോഡ് ഞാൻ പഠിക്കാൻ പോവാണ് എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങളെ ഡിസ്ട്രാക്ഷൻ വരാത്ത രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ അബ്രോഡേക്ക് പോകാവൂ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ അവിടുന്ന് പാസ്സാവുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല. ഇവിടെ FMG എക്സാം എഴുതണം. ഈ FMG എക്സാം ടഫാണ് എന്നുള്ള ബോധ്യം 1ാമത്തെ വർഷം കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ എടുക്കണം. ഇത് നിങ്ങളോട് ആരും അധികം പറഞ്ഞിട്ടില്ലാത്ത ഒരു റിയാലിറ്റി ആയിരിക്കും. നിങ്ങൾ മനസ്സിൽ പോകുന്ന സമയത്ത് ഉറപ്പിക്കേണ്ട ഒരു റിയാലിറ്റിയാണ്. 2ാമത്തെ കാര്യം, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികൾ FMGL റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് വളരെ പ്രയാസമായിരിക്കും എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ FMGL റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ എന്നുള്ളതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. 3ാമത്തെ കാര്യം ഡ്യൂറേഷൻ ആണ്. അതായത് അബ്രോഡ് 6 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഈ 6 വർഷത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡയറക്റ്റ് വർക്കിന് കയറുന്നില്ല. ഈ 6 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുത്തെ FMG എക്സാം എഴുതണം. അത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി എന്ന് വിചാരിക്കാം. അങ്ങനെ പാസ്സായാൽ പോലും അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പാസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു 3 മാസത്തെ ഡിലേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ക്രൗളിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിൽ നമ്മളെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോസസ്സ്, അതിനും ഒരു 3 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഹൗസ് സർജൻസിനുള്ള ഓപ്ഷൻ കിട്ടണം. അതായത് ഹൗസ് സർജൻസിനുള്ള അപ്പോയിൻമെന്റ് കിട്ടണം. അതിനും കുറച്ച് സമയം എടുക്കും. അപ്പൊ എല്ലാം കൂടെ ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തെ സമയം MBBS കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിലേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹൗസ് സർജൻസിയിലേക്ക് 1 ഇയർ കയറുന്നത്. അതായത് ഏകദേശം 7-7.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ MBBS കഴിഞ്ഞ് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിലേ നിങ്ങൾ എന്തായാലും പോകുന്നതിൻ്റെ മുന്നേ എക്സ്പെക്ട് ചെയ്തിരിക്കണം. ഈ ഒരു സാധനം നിങ്ങൾ ചിലപ്പം ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അതായത് 6 വർഷത്തെ കോഴ്സ് പ്ലസ് നമ്മൾ FMG എക്സാം കഴിഞ്ഞു, അതിനുശേഷം ഒരു 6 മാസത്തെ ഈ ക്രൗളിങ്ങിൻ്റെയും അതുപോലെ തന്നെ FMG പാസ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതും അതുപോലെ തന്നെ ഹൗസ് സർജൻസി കിട്ടാനുള്ള ഒരു ഡിലേ, അതിനുശേഷം 1 ഇയർ ഹൗസ് സർജൻസി. അപ്പോൾ ഈ ഒരു ടൈം, ഒരു 7 വർഷത്തെ ഡിലേ നിങ്ങൾ എന്തായാലും പോകുന്നതിൻ്റെ മുന്നേ എക്സ്പെക്ട് ചെയ്തിരിക്കണം. 4ാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യയിലല്ല അബ്രോഡാണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ അത്രയും പോപ്പുലേഷനുള്ള രാജ്യങ്ങളല്ലേ ഇത്. ഇന്ത്യയുടെ അത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെ പോപ്പുലേഷൻ കുറവാണ്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ക്ലിനിക്കൽസ് ഇന്ത്യയുടെ അത്രയും കിട്ടൂല. എന്നാൽ നിങ്ങൾ ആ രാജ്യങ്ങളിലെ ലോക്കൽ ലാംഗ്വേജ്, അതായത് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് പഠിച്ച് ആ സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ നിങ്ങൾ MBBSനോട് നല്ല ഇൻട്രസ്റ്റ് കാണിച്ച് ക്ലാസ്സിലൊക്കെ നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ട് നിന്നുകൊണ്ട് പ്രൊഫസേഴ്സിനോട് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിനിക്കൽസ് വേണം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ന് അബ്രോഡ് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു രാജ്യങ്ങൾ ഒരു പ്രൊഫസേഴ്സും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യില്ല. അവർ നിങ്ങളെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ നല്ല രീതിയിലുള്ള എഫേർട്ട് ഇവിടുന്ന് പോകുന്നത് മുതൽ നിങ്ങൾ ഇടണം. അതുപോലെ തന്നെ നിങ്ങളൊരു പാഷൻ ആ സബ്ജക്റ്റിലും അതുപോലെ തന്നെ ആ ഓരോ ഫീൽഡിലും കാണിക്കണം. അത് പ്രൊഫസേഴ്സിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്രയും മാക്സിമം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ്, നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ ഈ രാജ്യങ്ങളിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഭാഷ പഠിച്ചുകൊണ്ട് ഇതിനുള്ള എഫേർട്ട് ഇടാൻ നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ തയ്യാറായിരിക്കണം. 5ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ പഠിച്ചതുപോലെ സ്പൂൺ ഫീഡിങ് മെത്തേഡ് അല്ല ഈ രാജ്യങ്ങളിലൊന്നും. ഇന്ത്യയിൽ പോലും കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്പൂൺ ഫീഡിങ് മെത്തേഡ് അല്ല. അതായത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ലെക്ചേഴ്സിലും സെമിനാർസിലും പറഞ്ഞു തരുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തി സെൽഫ് സ്റ്റഡി ചെയ്യണം. സെൽഫ് സ്റ്റഡി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. നിങ്ങൾ MBBS പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങൾ, അതായത് USMLEയുടെ ബൈബിൾ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ കെപ്ലാന്റെ ബുക്കുകളുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ആണെങ്കിൽ BD ചൗരസിയുടെ ബുക്കുകളുണ്ട്. ഇതുപോലുള്ള ബുക്കുകളെല്ലാം വാങ്ങിയിട്ട് നിങ്ങൾ ഓരോന്നിനും സെൽഫ് സ്റ്റഡി ചെയ്ത് കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം പോകാൻ. 6ാമത്തെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് 6 വർഷം പഠിക്കാനുള്ള ഫിനാൻഷ്യൽ ബേക്കപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് 1 വർഷത്തെ കണ്ടെത്തിയിട്ട് പിന്നെ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബേക്കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പകുതിയിൽ വെച്ച് നിങ്ങൾ പഠിപ്പ് നിർത്തി വരേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ബേക്കപ്പ് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നിങ്ങൾ അബ്രോഡ് പോയി പഠിക്കാൻ. 7ാമത്തെ കാര്യം, നിങ്ങൾ ആദ്യമേ പ്രിപ്പയർ ആയിരിക്കണം. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത്, മറ്റൊരു കൾച്ചറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള സ്വഭാവം അവിടെ കാണിക്കാൻ നിൽക്കരുത്. മലയാളികൾ നമ്മൾ പൊതുവെ ബസ്സുകളിലൊക്കെ വളരെ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള കറി മസാലകൾ തിന്ന ആൾക്കാരാണ്. അബ്രോഡ് പോകുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും പരിചയമില്ലാത്തതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ വീട്ടിലുള്ള പോലുള്ള ഫുഡുകളോ അല്ലെങ്കിൽ കംഫേർട്ടോ അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പല കുട്ടികളും കാണാറുണ്ട്, എനിക്ക് വീട്ടിലുള്ള പോലെ ആവുന്നില്ല, വീട്ടിലുള്ള പോലത്തെ ഫുഡ് കിട്ടുന്നില്ല, വീട്ടിലുള്ള പോലത്തെ റൂം കിട്ടുന്നില്ല, ഇതൊന്നും അവിടെ കിട്ടൂല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഞാൻ MBBS പഠിക്കും എന്നുള്ള തീരുമാനത്തിൽ വേണം പോകാൻ. അതായത് ചിലപ്പോൾ ഫുഡ് മോശമായിരിക്കും, ചിലപ്പോൾ ഹോസ്റ്റലിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലപ്പോൾ അപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ വീട്ടുകാരെ കാണാൻ തരുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ സഹിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡ്രീം പെർസീവ് ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടെ വേണം നിങ്ങൾ അബ്രോഡിലേക്ക് പോകാൻ. അപ്പൊ ഈ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ കൂടെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ, അതായത് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ നിങ്ങൾക്ക് അബ്രോഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ഡെഡിക്കേഷനും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു എഫേർട്ട് നിങ്ങൾ ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു കരിയർ അബ്രോഡ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അബ്രോഡ് പഠിച്ചിട്ട് അബ്രോഡ് നല്ല കരിയർ ഉണ്ടാക്കിയിട്ടുള്ള MBBSൽ ഒരുപാട് ഡൊണേഷൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നല്ല നല്ല ഡോക്ടേഴ്സ് പല പല രാജ്യങ്ങളുണ്ട്. ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും ഇന്ത്യയിൽ പഠിച്ചിട്ടല്ല അബ്രോഡ് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ അബ്രോഡ് പഠിച്ചിട്ട് അബ്രോഡ് നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ശ്രേണിയിലേക്ക്, ആ ഒരു സീരീസിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്,
അതായത് നിങ്ങൾ റിസർച്ചിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം, അതേപോലെ തന്നെ വളണ്ടിയറിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം, അതേപോലെ തന്നെ കോമ്പറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം. ഇതിനൊക്കെയുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും സമയം ഇല്ലാണ്ടല്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. കാരണം അത്രയും ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടും. ആ ഫ്രീ ടൈം കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അബ്രോഡ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ട് മാറാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി, ഒരുപാട് അവസരങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണം. ജോർജിയയിൽ പഠിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടറായിട്ട് US വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ ആ ശ്രേണിയിലേക്ക്, അതുപോലെ തന്നെ ഉസ്ബെക്കിൽ പഠിച്ച ആളുകളുണ്ട്, അതേപോലെ തന്നെ ബൾഗേറിയയിൽ പഠിച്ച് UK-യിലും ജർമ്മനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന 0.1% നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ ലൈഫ് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു കൺട്രി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യമാണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതല്ല, ഒരു രാജ്യത്തെ നിങ്ങൾക്ക് പറ്റിയ യൂണിവേഴ്സിറ്റി സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോളും ചെയ്യാൻ പറ്റും, വാട്സപ്പും ചെയ്യാൻ പറ്റും. അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. ഇനി അതല്ല, എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് നേരിട്ട് സംസാരിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പറിന് ഏജൻസി ഉള്ളതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഏജൻസി പറയുന്നത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമന്റിനായിട്ടും റിപ്ലൈ തരാം. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക. നിങ്ങളെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം, അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.